സോ ഗൈസ് നമ്മൾ തന്നേക്കാൻ നമ്മുടെ മാർക്കറ്റ് പിക്കോയിട്ടാണ്. ഓക്കെ, എന്തായാലും 10,000 ടോക്കൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളെ തേർഡ് അക്കൗണ്ട് തന്നെ തുടങ്ങാം. നിങ്ങളായിട്ടാണ് നമ്മൾ ചാനലാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് കൂടി ചെയ്തേക്കാം. സോ നിങ്ങളുടെ എന്താ പറയുക മാർക്കറ്റ് പിക്കിൽ ലക്ക് കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, സോ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കോഡ് റിവ്യൂവിൽ എന്താ പറയുക താല്പര്യം ആൾക്കാർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഐഡിയും പിന്നെ ലീഗിൻ്റെ പേരും അല്ലെങ്കിൽ OVR അതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. നല്ല സെറ്റാക്കുന്നതായിരിക്കും. ഓക്കെ, 104 പ്ലെയർ ഉണ്ട്. കുഴപ്പമില്ല, എന്തായാലും 500 ടോക്കൺ സെറ്റാണ്. ഇത് കാര്യം പറഞ്ഞാൽ വെർത്താണ് ഗെയ്സ്. ഇത് ഓപ്പൺ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നിങ്ങൾക്ക് മിനിമം ഒരു 750 ഡെയിലി കൊടുത്തില്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 2 വട്ടമൊക്കെ ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ടൊരു 2000-3000 ടോക്കണൊക്കെ ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്യാം. അത്യാവശ്യം ലക്കൊക്കെ ഉള്ള ആളാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. സോ നമുക്ക് എന്തായാലും ഓരോന്നിലും വേറെ വേറെ ആക്കാം അല്ലേ, ഓരോന്നിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം. സോ നമുക്ക് എന്തായാലും ഷാർട്ട് പിക്ക് ചെയ്യാം, 2 എണ്ണം ഉണ്ടാവും. സോ ഇതിനകത്ത് ഷാർട്ട് പിക്ക് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ട്രിഗിൾ വേറെ കിട്ടുവാണെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ നോക്കാം. ഓക്കെ, 40 ഷാർഡിനാണ് ബെറ്റർ, അല്ല 40 ഷാർഡ് എടുക്കാം. അതിൻ്റെ അടുത്തത് നമുക്ക് നോക്കാം, അടുത്തത് ഏതാണെന്ന് നോക്കാം. കുറച്ച് ഗ്ലിച്ചൊക്കെ ഉപയോഗിക്കാം ഗെയ്സ്, എന്തായാലും കിട്ടിയാലോ നല്ലത്, കിട്ടില്ല. ആദ്യത്തെ 60 ഷാർഡുണ്ട്. മൊത്തം 100 ഷാർഡ് നമ്മൾ ആക്കിയെടുത്ത് ഗെയ്സ് നമ്മളെ തേർഡ് അക്കൗണ്ടിൽ. ഷാർഡ് കൊണ്ട് വലിയ കാര്യമില്ല, സ്റ്റിൽ 100 ഷാർഡൊക്കെ ആക്കാൻ വെച്ചാൽ അത്യാവശ്യം നല്ലതാണ്. നമ്മളെ മെയിൻ അക്കൗണ്ടിൽ 100 ഷാർഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അത് ഒരു വീട്ടിൽ അപ്ലോഡ് ചെയ്യില്ലെന്ന് തോന്നുന്നല്ലേ. ഓക്കെ, എന്തായാലും നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. 100 ഷാർഡ് നമ്മളെ മെയിൻ അക്കൗണ്ടിൽ കിട്ടിയതാണ്. ഇതിനകത്ത് ഇപ്പോൾ 2 എണ്ണം കൂടി കൂടിയിട്ടാണ് 100 ഷാർഡ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമ്മളെ സെക്കൻഡ് അക്കൗണ്ട് വന്നിട്ടുണ്ട്. സെക്കൻഡ് അക്കൗണ്ടിലും അത്യാവശ്യം ഫോൾഡറൊക്കെ ഉണ്ട്. ഇപ്പോൾ അടുത്ത വീക്ക് ആകുമ്പോഴേക്കും ഇതൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. എന്തായാലും നമുക്ക് ഇതിനകത്തുനിന്ന് ഒന്നെങ്കിൽ സ്റ്റാർ പിക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഷാർട്ട് പിക്ക് ചെയ്യണം. എന്തുകൊണ്ടും സ്റ്റാർ പിക്ക് ചെയ്യുന്നതായിരിക്കും കേസ് ബെറ്റർ എന്നല്ല, വെറൈറ്റിക്ക് നമുക്ക് ഷാർട്ട് പിക്ക് ചെയ്യാം. ഷാർട്ട് പിക്ക് പോട്ടെ, സ്റ്റാർ പിക്ക് ചെയ്യാം. കാര്യം നമുക്കൊന്നും കിട്ടില്ലെങ്കിലും നമുക്ക് വെറുതെ ട്രൈ ചെയ്ത് നോക്കാമല്ലോ കേസ്. നമ്മളെ മാർക്കറ്റ് പിക്ക് വീഡിയോ സെപ്പറേറ്റ് വന്നിട്ട് കുറേ ആയെന്ന് തോന്നുന്നു. സോ നമുക്ക് എന്തായാലും എല്ലാം വെറൈറ്റി പിടിക്കാം. ഓക്കെ, സ്റ്റാർ പിക്ക് തന്നെ ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഡെയിലി പിക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, തേർഡ് അക്കൗണ്ടിൽ അത്യാവശ്യം ഒരു 600-700 ടോക്കണൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നു അല്ലേ. ഒരു 500-ൻ്റെ ഒരു പ്ലെയർ, പിന്നെ 2 ഏകദേശം 100 ടോക്കൺ പുറത്തായിട്ടുള്ള പ്ലെയേഴ്സും. ഇതിനകത്ത് തുടക്കം വലിയ ഗംഭീരമല്ലെങ്കിലും നമുക്കിനി കിട്ടുന്ന പ്രതീക്ഷിക്കാം. ഓക്കെ, ാണ് നമ്മളായിട്ട് ഹെഡ് ടു ഹെഡ് കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. എന്തായാലും നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും സബ്സ്ക്രൈബേഴ്സുമായിട്ടുള്ള ഹെഡ് ടു ഹെഡ്. ഓക്കെ, നമുക്കിനിയിപ്പം സ്റ്റാർ പിക്ക് ചെയ്യാം. FC പോയിൻ്റൊന്നും ഇല്ല, നമുക്ക് വാലി പിക്ക് ഓപ്പൺ ചെയ്യാൻ. കിട്ടും ഹാളണ്ടും ഒക്കെ ഉണ്ട്, അവരാരും കിട്ടത്തില്ല. നമുക്ക് 107 തന്നെ കിട്ടത്തുള്ളൂ. ഇത് നമ്മളിപ്പം 10,000 ടോക്കൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ മിനിമം 2,500 ടോക്കൺ തിരിച്ച് കിട്ടുന്നുള്ളതാണ്. ഓക്കെ, എല്ലാം 107 തന്നെയാണ്. സോ നമുക്ക് എന്തായാലും റൈസിന് എടുക്കാം, അതാകുമ്പോൾ നല്ല വോക്കൗട്ട് കാണാം ഗീസ്. നേരത്തെ ആയിരുന്നെങ്കിൽ ഉപകാരപ്പെട്ടേനെ, വലിയ കാര്യമില്ല. സോ ഇന്നലെ എന്തായാലും നമ്മൾ ഫസ്റ്റ് അക്കൗണ്ട് പോട്ടെ, തേർഡ് അക്കൗണ്ടും സെക്കൻഡ് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് ഇതെന്തായാലും ഫസ്റ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതിന് മുമ്പ് നമ്മൾ ലീഗ് 25 ലെവലായതിൻ്റെ റിവാർഡ് ഉണ്ട്. ഓക്കെ, ജർമ്മനി സെൻറ്റർ ബാക്ക് കുറേ പേർക്ക് കിട്ടാൻ പ്ലേയേഴ്സിനെ കിട്ടുന്നുണ്ട്, നമുക്കാരെയും കിട്ടിയിട്ടില്ല എന്തായാലും ഇതുവരെ. ഓക്കെ, നമ്മളെ മെയിൻ അക്കൗണ്ടിലും അത്യാവശ്യം നല്ല ലക്ക് ഉണ്ടായിരുന്നു. സോ പുതിയൊരു സംഭവം ഇന്ന് ഗെയിമിൽ കയറിയപ്പോൾ കണ്ട്, പുതിയൊരു പിക്ക്. ഇതിൻ്റെ പേര് നോക്കട്ടെ കേസ്,
ഗ്രാൻഡ് പിക്ക് എന്നാണ്. ഇതിനകത്ത് ഷാർഡുണ്ട്, കോയിനുണ്ട്, ജമ്മ് വരെ ഉണ്ട്. ഓക്കെ, 10,000 ജമ്മ് വരെ കിട്ടാം. ഷാർട്സ് 150 ഷാർട്സ് വരെ, മാക്സിമം 111 പ്ലെയർ. ഓക്കെ, 100 മില്യൺ വരെ കോയിൻ കിട്ടാനുള്ള ചാൻസും ഉണ്ട്. 100 മില്യൺ വരെ കോയിൻ കിട്ടിയില്ലെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് ജമ്മെങ്കിലും കിട്ടിയാൽ മതി. ഓക്കെ, നമുക്കിപ്പം 5000 ടോക്കനേ ഉള്ളൂ. ഒരു 5000 കൂടി സെറ്റ് ചെയ്യണം. ഞാൻ ആ ഷാർട്ട് പിക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കയറിയതാണ്. സോ ഷാർപ്പി അലോൺസിനോട് ബൈ ബൈ പറയണം. നമ്മൾ ചലനോബ്ലുവിനെ ഇട്ടായിരുന്നു ടീമിൽ. ഷാർപ്പി അലോൺസിനോട് കിട്ടിലും കളിയായിരുന്നു. ബട്ട് നമ്മൾ 115 OVR ആവാനുള്ള മെയിൻ കാരണം പുതിയ പ്ലെയർ ഇട്ടുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇത് W ആണോ ഇല്ലെങ്കിൽ L ആണോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയുണ്ട് സംഭവം? 2 ചൂസ് ചെയ്യാൻ പറ്റും അല്ലേ? 107 പ്ലെയറാണ്. അതുകൊണ്ട് എന്തായാലും നമുക്ക് 5000 ജെം എടുക്കാം. 25 മില്യൺ കോയിൻ കൊണ്ട് വലിയ കാര്യമില്ല. അതിനെക്കാട്ടും നല്ല ബെറ്റർ ഷാർഡ് തന്നെയായിരിക്കും. നമ്മളിപ്പോൾ 107 പ്ലെയർ എടുക്കണമെങ്കിൽ 2500 ടോക്കൺ തിരിച്ചു കിട്ടെങ്കിലും സ്റ്റിൽ ഷാർട്സ് ഇപ്പം നല്ല രീതിക്ക് വെറുത്താവണം. സോ നമുക്ക് എന്തായാലും അതെടുക്കാം. ഓക്കെ, വലിയ കുഴപ്പമില്ല. 5000 ജെമ്മൊക്കെ ഡീസൻ്റ് ആണ്. ചിലർക്ക് ഓരോരുത്തരെ ലക്കനുസരിച്ചിരിക്കും ജെമ്മും അതുപോലെ തന്നെ കോയിനൊക്കെ കിട്ടുന്നത്. നിങ്ങളിത് ഓപ്പൺ ചെയ്തിട്ട് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം.